ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ചെമ്മീൻ, ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി ഒരു 3 എണ്ണം, പിന്നെ സവോള ഒരു 3 എണ്ണം, പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി, അതായത് ഇഞ്ചി ഒരു വലിയ കഷ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്ക ഒരു 5 എണ്ണം, കറുവപ്പട്ട ഒരു 3-4 എണ്ണം, പിന്നെ ഗ്രാമ്പു ഒരു 4 അല്ല 5 അല്ല 6 എണ്ണം, പിന്നെ സ്റ്റാർ അനീസ് ഒരെണ്ണം, പിന്നെ ബേ ലീവ്സ് ഒരു 1-2. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുക്കിംഗ് ഓയിൽ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സവാള നന്നായിട്ട് വെന്ത് വരണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് എടുത്തത്, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് തക്കാളി ഞാൻ 3 എണ്ണമാണ് എടുത്തിരുന്നത്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം മല്ലിച്ചപ്പും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ അത് ചേർക്കുന്നില്ല, ഞാനിവിടെ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടികളാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാല ഒരു 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെമ്മീന് വേവിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഞാനൊരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ല പിന്നെ ഒത്തിരി നന്നായി ഇത് ചെമ്മീനൊന്നും നന്നായിട്ട് വേകണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ചെമ്മീൻ നമുക്ക് വേഗം വെക്കാം. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ലെമൺ ജ്യൂസ് 1 ടീസ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലെമണാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്.
ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ കൈമ റൈസ് എടുത്തിരിക്കുന്ന 3 കപ്പാണ് എടുത്തിരിക്കുന്നത്, 600 ഗ്രാം. നമുക്കത് ഇതിലേക്ക് ചേർത്തു. ഞാനിവിടെ നേരത്തെ ഈ റൈസ് കഴുകി വാരി വെച്ചിരുന്ന റൈസാണ്. ഞാൻ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചോറ് വേകുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനായും നമുക്ക് നോക്കാം. നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെമ്മീൻ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറായോ നമുക്ക് നോക്കാം. ഈ ചോറ് നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ ചോറിന് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി, 3/4 വേവ് ചോറായാൽ മതി. ഇനി ചൂടത്തിരുന്ന് ചോറ് തന്നെ വെന്തോളും. അതുകൊണ്ട് ഇത്രയും മതി. നന്നായിട്ട് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് സവോളയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഉള്ളി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മാറ്റാം ഒരു പാത്രത്തിലേക്ക്. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചെമ്മീൻ്റെ ചൂട് ഏകദേശം ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് പകുതി അരി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി ഫ്രൈ ചെയ്തിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അതിൻ്റെ മേലിലേക്ക് നമുക്ക് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ചെറു ചൂട് ഇരുന്നാൽ മതി. ഉണ്ടോ? അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.